പെന്തിക്കോസ്തിക്ക് ശേഷമുള്ള രണ്ടാം ഞായറാഴ്ച വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 34 മുതൽ 11-ാം അധ്യായത്തിന്റെ 1 വരെയുള്ള വാക്യങ്ങൾ. കർത്താവ് 12 അപ്പോസ്തലന്മാരെ വിളിച്ചു വേർതിരിക്കുന്നു. അവർക്ക് കൊടുക്കുന്ന അറിയിപ്പുകളാണ്. കർത്താവ് ഈ അപ്പോസ്തലന്മാരെ വിളിച്ച് വേർതിരിക്കുന്ന സമയം അതിന്റെ ചരിത്രപരമായിരിക്കുന്ന ഒരു പശ്ചാത്തലം കൂടി നമ്മൾ അറിയണം. ബിബ്ലിക്കൽ പാലസ്തീൻ it was divided into 3 regions. വടക്കുവശം ഗലീലയാണ്, സെൻട്രൽ റീജിയൻ എന്ന് പറയുന്നത് ശമരിയയാണ്, സൗത്ത് എന്ന് പറയുന്നത് ജൂഡിയയാണ്. യഹൂദയിലാണ് യേശുക്രിസ്തു വന്ന് ബേത്ലഹേമിൽ ജനിക്കുന്നത്. ആ ബേത്ലഹേമിൽ ജനിച്ച കർത്താവ് പിന്നീട് മിസ്രൈമിലേക്ക് ജോസഫ് കുഞ്ഞിനെയും കൊണ്ട് ഓടുകയും തിരികെ ബേത്ലഹേമിൽ സൗത്തിലേക്ക് തന്നെ വരാനായിട്ട് ആഗ്രഹിക്കുകയും ചെയ്തു. എന്നാൽ ദൈവത്തിന്റെ ദൂതൻ ഇടപെട്ടിട്ട് പറഞ്ഞു, ഇപ്പൊ അങ്ങോട്ട് പോകരുത്, ഹേരോദാവിനേക്കാൾ കഠിന ഹൃദയനായ അർക്കലോവാസാണ് ഇപ്പോൾ അവിടെ നാട് വാഴുന്നത്. അതുകൊണ്ട് നീ കുഞ്ഞിനെ അമ്മയും കൊണ്ട് ഗലീലയിൽ പോയി താമസിക്കണം. ഗലീലയിലെ ഏത് പട്ടണത്തിൽ? നസറയത്തിൽ. ബിക്കോസ് ഹി ഹാസ് ടു ബി കോൾഡ് നസറായൻ. അവൻ നസറായൻ എന്ന് വിളിക്കപ്പെടുവാൻ തക്കവണ്ണം ഗലീലയിലെ നസറയത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ അവരവിടെ പോവുകയും അങ്ങനെ വടക്ക് വശത്തെ നോർത്തേൺ റീജിയനിലാണ് യേശുക്രിസ്തുവിന്റെ പ്രവർത്തനങ്ങളെല്ലാം. കാനാവ്, നയീൻ, കപ്പേണിയം തുടങ്ങിയ ധാരാളം സിറ്റികൾ അവിടെ ഉണ്ട്. വീണ്ടും അതിന്റെ ഗലീലയിലെ പറ്റി അന്നത്തെ ജനങ്ങളുടെ കാഴ്ചപ്പാട്. ജൂഡിയ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ബേത്ലഹേം ഉണ്ട്. ഇന്നത്തെ പാലസ്തീനില് ബേത്ലഹേം ഉണ്ട്, യെരുശലേം ടെമ്പിൾ ഉണ്ട്. ദാറ്റ് ഈസ് ദ പിവോട്ട്. അവിടെയാണ് ശാസ്ത്രിമാരും പരീശന്മാരും ദൈവാലയവും ഈ ഓർത്തഡോക്സ് ജൂയിഷ് പീപ്പിൾ അവര് പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഈ തെക്കുവശത്താണുള്ളത്. അപ്പോൾ ഹാർഡ് കോർ ജൂഡിയൻസ് അവിടെയാണ്. എന്നാൽ ഈ വടക്കുവശത്തെ ഗലീലയെ പറ്റി അത്ര നല്ല ഒരു പേരൊന്നും ജനങ്ങളുടെ മനസ്സിൽ ഇല്ലായിരുന്നു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് കിങ്സ് ചാപ്റ്റർ നമ്പർ 9 വേഴ്സ് നമ്പർ 10, 1 രാജാക്കന്മാർ 9-ാം അധ്യായം 10 മുതൽ വായിക്കുമ്പോൾ ശലോമോൻ യെരുശലേം ദൈവാലയം പണിയുകയാണ്. ജൂഡിയയിൽ യെരുശലേം ദൈവാലയം പണിയാനായിട്ട് തുടങ്ങുന്നു. അങ്ങനെ ശലോമോൻ ദൈവാലയം പണിയുന്ന സമയത്ത് ചുറ്റുപാടുമുള്ള നാട്ടുരാജാക്കന്മാരും ഒക്കെ ആയിട്ട് ശലോമോൻ എപ്പോഴും ഒത്തിരി കോംപ്രമൈസിന് പോകും. അങ്ങനെയായിരുന്നു ശലോമോന്റെ ഒരു സ്വഭാവം. അല്ലെങ്കിൽ അവിടുന്ന് ഒരു പെണ്ണ് കിട്ടും. യുദ്ധങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി വല്ലാത്തൊരു ഡിപ്ലോമസി ആയിരുന്നു ശലോമോൻ. അദ്ദേഹത്തിന്റെ ഈ കിങ്ഡത്തിന്റെ ഒരു അന്ത്യം കുറിച്ചതും അങ്ങനെയുള്ള ഒരു വിട്ടുതുറന്ന ഡിപ്ലോമസി ആയിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അവന് 700 വെപ്പാട്ടിമാരുണ്ടായിരുന്നു, 300 കുലീനപത്നിമാരുണ്ടായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം അവരെല്ലാവരും രാജകൊട്ടാരത്തിൽ താമസിക്കുന്നു എന്നല്ല. ഈ ചുറ്റുപാടുമുള്ള രാജാക്കന്മാരുമായിട്ടൊക്കെ ബഹളം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി, വഴക്കുണ്ടാകാതിരിക്കാൻ വേണ്ടി മരുമോനായതുകൊണ്ട് അവർ യുദ്ധത്തിന് വരികയില്ല. ഇങ്ങനെ ഒരു സ്ട്രാറ്റജി ശലോമോന്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരുന്നു. ഭയങ്കര ഡിപ്ലോമസി ആയിരുന്നു. അപ്പൊ ശലോമോൻ ഈ ദൈവാലയം പണിതുകൊണ്ടിരുന്നപ്പോ ഈ നോർത്തേൺ റീജിയന്റെ അക്കര, ഗലീലയ്ക്ക് അക്കരയുള്ള സോർ എന്ന് പറയുന്ന സ്ഥലം, ടൈർ, അവിടുത്തെ രാജാവായിരിക്കുന്ന ഹീരാം ഈ ശലോമോന് ധാരാളം സ്വർണം, ദേവദാരു, സരപ്പളി, ധാരാളം കാര്യങ്ങളൊക്കെ കൊടുത്തു. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ കിട്ടിയതല്ലേ, ഐ ഹാവ് ടു ഗിഫ്റ്റഡ് ഹിം ബാക്ക് സംതിങ് എൽസ്. അങ്ങനെ ആഗ്രഹിച്ച് ശലോമോൻ എന്ത് ചെയ്തെന്നറിയാമോ? ഈ ഗലീല കടലിനും അക്കരെയുള്ള സോർ സീദോൻ നിങ്ങൾക്കറിയാം, അവിടുന്ന് കനാനായക്കാരി സ്ത്രീയൊക്കെ വരുന്നതും ഒക്കെ അവിടുന്ന്. അപ്പൊ ഈ സോരിലെ ഹീരാമിന് ശലോമോൻ എന്നാ ചെയ്തെന്നറിയാമോ? അദ്ദേഹം ഗലീലയിലെ 20 പട്ടണങ്ങൾ കൊടുത്തു. നിങ്ങൾക്ക് അത് 1 രാജാക്കന്മാർ 9-ാം അധ്യായത്തിന്റെ 10 മുതലുള്ള വാക്യങ്ങളാണ് ഞാൻ ഈ താഴോട്ട് പറയുന്നത്. നിങ്ങൾക്ക് അത് വായിച്ചു നോക്കാവുന്നതേ ഉള്ളൂ. 20 പട്ടണങ്ങൾ കിട്ടിക്കഴിഞ്ഞപ്പോ ഹീരാമിന് ഇത് വാർത്ത കേട്ടപ്പോൾ സന്തോഷമായി. ഈ ഗലീലയിലെ 20 പട്ടണങ്ങൾ കാണുന്നതിന് വേണ്ടി ഹീരാം വന്ന് ഈ 20 പട്ടണങ്ങളെല്ലാം കണ്ടതിന് ശേഷം അവിടെ എഴുതി വെച്ചേക്കുന്നത്, അവന് ബോധിച്ചില്ല, ഒരു അൺപ്ലസന്റ് ഗിഫ്റ്റ് ആയിപ്പോയി. അങ്ങനെ വന്നപ്പോ ഹീരാം ശലോമോനോരോട് ഒരു കാര്യം പറയുന്നുണ്ട്. സഹോദര, നീ എനിക്ക് തന്ന ഈ പട്ടണങ്ങൾ എന്ത് എന്ന് പറഞ്ഞ് ഹീരാം അത്രയും നാൾ ഗലീല എന്നറിയപ്പെട്ടിരുന്ന സ്ഥലത്തിന് പുതിയൊരു പേരിട്ടു. എന്താണെന്നറിയാ പേര്? കാബൂൾ. ഡു യു നോ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് കാബൂൾ? ഗുഡ് ഫോർ നത്തിങ്. ഒന്നിനും കൊള്ളുകയില്ലാത്ത സ്ഥലം, വർത്ത്ലെസ്, യാതൊന്നിനും ഒരു പ്രയോജനവും ഇല്ലാത്ത സ്ഥലം. ഇങ്ങനെ എഴുതി തള്ളി ഹീരാം. ആ സ്ഥലമാണ് ഗലീല. കാന. കല്യാണം നടക്കും, തക്ക സമയമാകുമ്പോ വീഞ്ഞില്ല. നയീനിൽ ഒരു വിധവാ സ്ത്രീ, ഷീ ഹാസ് ഓൾറെഡി ബറീഡ് ഹെയർ ഹസ്ബൻഡ്. ഇപ്പോ
അവള് സ്വന്തം മകനെ അടക്കാനായിട്ട് കൊണ്ടുപോവുക. ആകപ്പാടെ ഉണ്ടായിരുന്ന ഒരു പ്രതീക്ഷയായിട്ട് പോവുകയാണ്. നയിനിൽ മരണനിഴൽ താഴ്വര. കബർന്നഹൂമിലേക്ക് നോക്ക്. കുരുടന്മാർ, മുടന്തന്മാർ, ചെകിടന്മാർ, ധാരാളം രോഗികൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, പ്രയാസം അനുഭവിക്കുന്ന ജനതതി. ഇങ്ങനെയുള്ള ഗലീല, നാട്ടുരാജാവായിരുന്ന, ജാതികളുടെ രാജാവായിരിക്കുന്ന ഹീരാം പോലും എഴുതിത്തള്ളി ഗുഡ് ഫോർ നത്തിങ്, കാബൂൾ എന്നെഴുതി തള്ളിയ ഗലീല. ആ ഗലീലയിലാണ് യേശുക്രിസ്തുവിന്റെ പ്രവർത്തനത്തിന്റെ പശ്ചാത്തലം. എന്നെ ഇന്ന് കേൾക്കുന്ന ആരെങ്കിലും, എനിക്കൊരൊറ്റ സന്ദേശമേ പറയാനായിട്ടുള്ളൂ. എന്നെ ഇന്ന് കേൾക്കുന്ന ആരെങ്കിലും ഗലീലയുടെ അനുഭവത്തിൽ ഈ ദൈവാലയത്തിന്റെ മേൽക്കൂരകൾക്കടിയിൽ വന്നിരിക്കുന്നെങ്കിൽ, ഗുഡ് ഫോർ നത്തിങ് എന്ന് എഴുതി തള്ളപ്പെട്ട് വന്നിരിക്കുന്നുവെങ്കിൽ, ഇനി എന്നെ ആർക്കും വേണ്ട എന്ന്, എന്റെ ജീവിതത്തിൽ ഫുൾ സ്റ്റോപ്പ് ഇടാൻ സമയമായെന്ന്, ഇനി എന്നെ ആരും ഗൗനിക്കുകയില്ലെന്ന് വലിയ പ്രതീക്ഷയോടെ ഞാൻ കൊടുത്ത ഗിഫ്റ്റ് പുറംകാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ചിട്ട് വേണ്ട 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 പോകൂ എന്ന് പറയുന്നു എങ്കിൽ, നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഇടയിൽ, നിങ്ങളുടെ ഗലീലയുടെ അനുഭവത്തിൽ നസറായൻ എന്ന് വിളിക്കപ്പെടുവാൻ തക്കവണ്ണം ഒരുവൻ വന്ന് നിങ്ങളുടെ ഇടയിൽ ജീവിക്കാൻ പോകുന്നു. അവന്റെ പേരാണ് യേശുക്രിസ്തു. അവൻ വീട്ടിലേക്ക് വന്നു കഴിയുമ്പോ ഇപ്പോ അപമാനം പൂണ്ടിരിക്കാൻ പോകുന്ന കാനാവിലെ ഭവനത്തിന് അഭിമാനമുണ്ടാകുന്നു. മകനെ അടക്കാൻ കൊണ്ടുപോകുന്ന വിധവയ്ക്ക് സ്വന്തം മകനെ തിരിച്ചു കിട്ടുന്നു. കുരുടന്മാർ, ചെകിടന്മാർ, കാഴ്ചയില്ലാത്തവർ, മുടന്തന്മാർ ഇതാ തുള്ളിച്ചാടുന്നു. രാജ്യത്തിന് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. എന്ന് വായിച്ചു കേട്ട യെശയ്യാ പ്രവചനത്തിൽ നിന്ന് ബദ്ധന്മാർക്ക് വിടുതൽ, കുരുടന്മാർക്ക് കാഴ്ച, ദരിദ്രർക്ക് സുവിശേഷം, പട്ടിണിക്കാരെ വയറു നിറഞ്ഞവനായ അയക്കുന്നു. ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയാ. പ്രിയമുള്ളവരെ, ഗലീലയുടെ അനുഭവത്തിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്ന ഒരു യേശുക്രിസ്തു ഉണ്ട്. ഈ പശ്ചാത്തലം മനസ്സിലാക്കിയിട്ട് ഇവിടേക്ക് യേശുക്രിസ്തു 12 അപ്പോസ്തലന്മാരെ അയക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ചരിത്ര പശ്ചാത്തലം മനസ്സിലാകും. ഇങ്ങനെ പ്രതിസന്ധിയിലും ദുഃഖത്തിലും പ്രയാസത്തിലും കിടന്നിരുന്ന എല്ലാവരെയും ഈ 12 അപ്പോസ്തലന്മാരെ യേശുക്രിസ്തു വിളിച്ച് വേർതിരിച്ചിട്ട് പറയുകയാ, നിങ്ങളിപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇസ്രായേൽ ജനത്തിലെ കാണാതെ പോയ ആടുകളുടെ അരികിലേക്ക് പോകണം. പിന്നീട് ജാതികളുടെ അരികിലേക്ക് പോകണം. എല്ലാ പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും അനുഭവിക്കുന്ന ജനതയുടെ നടുവിലേക്ക്. അവിടെ നിന്ന് വന്ന കനാന്യക്കാരി സ്ത്രീയുടെ മകൾക്ക് യേശുക്രിസ്തു സൗഖ്യം നൽകി. പുറജാതികളായി കടന്നു വന്ന രക്തസ്രാവ, ഈ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിന് മുൻപ് 9-ാം അധ്യായം നിങ്ങൾ വായിച്ചു നോക്കണം. രക്തവാർച്ചക്കാരി സ്ത്രീ, ധാരാളം ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, പ്രയാസം അനുഭവിച്ചിരുന്ന ആൾക്കാര് ധാരാളം പേര്. യായിറോസിന്റെ മകൾ, ഇവരെയൊക്കെ യേശുക്രിസ്തു സൗഖ്യമാക്കിയിട്ടാണ് ഈ 12 പേരെ അയക്കാനായിട്ട് പോകുന്നത്. ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുന്നവർ, അവരെ അയക്കുകയാണ്. അവർ ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സജ്ജരാകുന്നത്. ദുഃഖങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ജനതയുടെ നടുവിൽ ഇതാ പുതിയൊരു സുവിശേഷം. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. യേശുക്രിസ്തു പറയുക, സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു, സൗജന്യമായി നിങ്ങൾ കൊടുപ്പി. പ്രിയമുള്ളവരെ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ സൗജന്യമായിട്ട് ദൈവം നൽകി. എന്തെല്ലാം അനുഭവങ്ങൾ നമുക്ക് അർഹതയില്ലാതിരുന്നിട്ടും അവൻ എത്രമാത്രം നമ്മളെ ഉയർത്തി. നമുക്ക് യാതൊരു യോഗ്യതയും ഇല്ലാതിരുന്നിട്ടും ദൈവം തമ്പുരാൻ എത്രമാത്രം നമ്മളുടെ പേര് ശ്രേഷ്ഠമെന്ന് 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 എഴുതി ചേർത്തു. പറയുക, സൗജന്യമായി ലഭിച്ചു, സൗജന്യമായി കൊടുപ്പീൻ. എന്നിട്ട് ജനങ്ങളോട് പറയുന്നതായ ഒരു കാര്യം, എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെയും സ്വീകരിക്കുന്നു. ഒരു പ്രവാചകനെ പ്രവാചകൻ എന്ന നിലയിൽ കൈക്കൊള്ളുന്നവന് പ്രവാചകന്റെ പ്രതിഫലം ലഭിക്കുന്നു. ഒരു പുണ്യവാനെ പുണ്യവാൻ എന്ന നിലയിൽ സ്വീകരിക്കുന്നവന് പുണ്യവാന്റെ പ്രതിഫലം ലഭിക്കുന്നു. ആരെങ്കിലും ശിഷ്യൻ എന്ന നിലയിൽ ഈ ചെറിയ വല്ലൊരുത്തന് ഒരു പാത്രം പച്ചവെള്ളമെങ്കിലും കുടിപ്പാൻ കൊടുത്താൽ അതിന്റെ ഫലം പോലും അവന് നഷ്ടമാവുകയില്ല എന്ന് സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു. മാർത്തോമാ ശ്ലീഹ ആർക്കും വേണ്ടാതെ കിടന്ന ഊഷരഭൂമിയായിരിക്കുന്ന, അന്ധകാര ഭൂമിയായിരിക്കുന്ന ഭാരതത്തിലേക്ക് കടന്നു വന്നു. ദൈവരാജ്യത്തിന്റെ സുവിശേഷം അറിയിച്ചു. അതുകൊണ്ട് ഞാനും നിങ്ങളും ഇന്ന് പളവളാത്ത തിളങ്ങുന്ന കാപ്പായും പട്ടുവസ്ത്രവും ഒക്കെ ഇട്ട് ഇവിടെ നിൽക്കുന്നുവെങ്കിൽ, ഈ ശ്രേഷ്ഠമായിരിക്കുന്ന ദൈവാലയത്തിൽ വന്ന് കത്തീഡ്രലിന്റെ അംഗങ്ങളായി നമ്മൾ ഇരിക്കുന്നുവെങ്കിൽ, പ്രിയമുള്ളവരെ, യാതൊന്നും ലോകത്തിലെ യാതൊന്നും ഗൗനിക്കാതെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കേട്ടുകേൾവി മാത്രമുള്ള ഒരു അന്ധകാര ദേശത്തിലേക്ക്
സകലത്തെയും ത്യജിച്ചുകൊണ്ട് മാർത്തോമാ ശ്ലീഹ വരുവാൻ ഇടയായതുകൊണ്ടാണ് മാർത്തോമാ ശ്ലീഹായുടെ മക്കളായിരിക്കുന്ന നമുക്കിന്ന് ദൈവരാജ്യത്തിന്റെ സുവിശേഷം അറിയുവാനും അറിയിക്കുവാനും അവസരം ലഭിച്ചിരിക്കുന്നതെന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കണം. മാർത്തോമാ ശ്ലീഹ നമുക്ക് വേണ്ടി നൽകിയ സുവിശേഷം യേശു ക്രിസ്തുവിന്റെ ശ്രേഷ്ഠമായിരിക്കുന്ന സുവിശേഷം. അങ്ങനെ വരുന്നവരെ കൈക്കൊള്ളുവാൻ തക്കവണ്ണം യേശു ക്രിസ്തു പറയുക, ഒരു പാത്രം പച്ചവെള്ളമെങ്കിലും എവിടെയുണ്ട് ഇത്ര ശ്രേഷ്ഠമായി? എനിക്കത് ഓരോ പ്രാവശ്യവും വായിക്കുമ്പോൾ എന്റെ കണ്ണിൽ നിന്ന് കുടുകൂടാ കണ്ണുനീര് ചാടും. ഒരു പാത്രം പച്ചവെള്ളമെങ്കിലും പ്രവാചകനെ പ്രവാചകൻ എന്നുള്ള നിലയിൽ കൈക്കൊണ്ട്, പുണ്യവാനെ പുണ്യവാൻ എന്നുള്ള നിലയിൽ കൈക്കൊണ്ട്, ഒരു പാത്രം തണ്ണീരെങ്കിലും അവന്റെ മനസ്സിനും അവന്റെ ഹൃദയത്തിനും സമാധാനമേകുവാൻ തക്കവണ്ണം നീ നൽകുന്നുവെങ്കിൽ നിനക്ക് പ്രതിഫലം ലഭിക്കാതെ പോകയില്ല നിശ്ചയം. ദൈവത്തിന്റെ തിരുവചനമാണ്. ഈ ദൈവരാജ്യത്തിന്റെ സുവിശേഷം ഗലീലയിലെ ആടുകൾക്ക് വേണ്ടിയാണ്. ആർക്കും വേണ്ടാതെ ഗുഡ് ഫോർ നത്തിങ് എന്ന് എഴുതിത്തള്ളിയ ജനതയ്ക്ക് വേണ്ടി സുവിശേഷം അറിയിക്കാൻ വരുന്നവരെ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതോടൊപ്പം ദൈവരാജ്യത്തിന്റെ ഈ സുവിശേഷം മറ്റുള്ള ജനങ്ങളിലേക്ക് അറിയിക്കുവാനുള്ള വലിയ ഉത്തരവാദിത്വം മാർത്തോമാ ശ്ലീഹ നമുക്ക് കാണിച്ചു തന്നതുപോലെ ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു ഉത്തരവാദിത്വം അത് നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പ്രാവർത്തികമാക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ആഹ്വാനം ചെയ്യുന്നു. എനിക്ക് നിങ്ങൾക്കും അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പൂർണ്ണതയിൽ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.